അപ്പോൾ അങ്ങനെ ഫോൺ ചാർജല്ലേ, കാണാൻ റെഡിയല്ലേ, ആരോടും പറയാതെ മനസ്സിലൊളിപ്പിച്ച് വെച്ചിരുന്ന അടിപൊളി രഹസ്യങ്ങൾ കലവറ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുമ്പിലേക്ക് തുറക്കുകയാണ്. ആ ഒരു ഓർമ്മയിലേക്കാണ് ഇന്ന് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി ഒരു യാത്ര. അപ്പോൾ ഇന്നാണ് നമ്മൾ ശരിക്കും നമ്മളുടെ മഞ്ഞളിൻ്റെ ആ ഒരു ഉണക്കം ആരംഭിക്കുന്നത്. 7 ദിവസമാണ് നമുക്ക് ഉണങ്ങിയെടുക്കേണ്ടത്. ഇച്ചിരി കൂടെ വെയിലുള്ളിടത്തോട്ട് മാറ്റി വെക്കാം. ഇവിടെ നല്ല വെയിലുണ്ട്, ഇവിടെ അങ്ങ് വെക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണമെന്നല്ല, പിന്നെ തൊട്ട് തുടങ്ങുകയാണ്. ഉണ്ടോ നല്ല മഞ്ഞൾ എങ്ങനെ പ്രോസസ്സ് ചെയ്തെടുക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണൊക്കെ ചാർജല്ലേ കൂട്ടുകാരുടെ? അപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്ത് നിൽക്കുക, നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുക. പ്രിയപ്പെട്ട എല്ലാവർക്കും ലൈഫ് സ്റ്റോറി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പഴങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മഞ്ഞൾ. കൂട്ടത്തിൽ ഓറഞ്ചാണത്. ഓറഞ്ച് എനിക്കിഷ്ടമാണ്. നല്ല രാവിലെ പഴം. ഓറഞ്ചിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അന്ന് മാർച്ച് 30-ാം തീയതിയാണ് ഞങ്ങളിവിടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഒരു ദിവസം 15,000-20,000 രൂപയുടെ സാധനങ്ങളായിരുന്നു ലോഡായിട്ട് കൊണ്ടുവന്നു നമ്മുടെ ആ വീട്ടിൽ നിന്നോട്ട്. അപ്പോൾ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ വീട്ടിൽ 3-4 വീടിൻ്റെ സാധനങ്ങൾ ഉപകരണങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഡിസോർഡർ ആയിപ്പോയി. അപ്പോൾ കുറേ വേസ്റ്റ് സാധനങ്ങളെല്ലാം കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രിക്ക് തന്നെ ഞാൻ കത്തിക്കാമെന്നാണ് വിചാരിച്ചത്. ഞാനതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങുകയും ചെയ്തു, വീടിൻ്റെ ഒരു സൈഡിലിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നായാലും അന്ന് രാത്രിക്ക് ഞാൻ കത്തിച്ചില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ പുള്ളിക്കാരത്തി അങ്ങ് കടയിലേക്ക് പോയി. ഞാൻ പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ രാവിലെ ഈ സാധനമെല്ലാം കൂടെ കുറേ വേസ്റ്റെല്ലാം കൂടെ അങ്ങോട്ട് കത്തിക്കാൻ വേണ്ടി ബാക്ക് സൈഡിൽ, വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂട്ടിയിട്ട് കത്തിയിൽ തുടങ്ങി. കത്തിച്ചൊരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തിനോട് ഒറ്റ പൊട്ടിത്തെറിച്ച് അങ്ങ് കത്തിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു നിന്നത്, സ്റ്റെപ്പേലിരിക്കുകയായിരുന്നു. പൊട്ടിത്തെറിച്ച തീയെല്ലാം കൂടെ എൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം ഞാനങ്ങ് നിശബ്ദനായിപ്പോയി. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ബൈപ്പാസ് സർജറി ചെയ്തിട്ട് ഏതാണ്ട് 3 മാസം ആയതേ ഉള്ളായിരുന്നു. പെട്ടെന്നുണ്ടാകുന്ന ചില സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ എൻ്റെ BP കൂട്ടും. പെട്ടെന്ന് അങ്ങനെയൊന്നും നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് മാർച്ച് മാസം ലാസ്റ്റ് ഈ തീ എൻ്റെ മുഖത്തേക്ക് പെട്ടെന്ന് ആളിക്കത്തി പൊട്ടിത്തെറിച്ച് ഭയങ്കര ശബ്ദത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് ഒരു നിമിഷം അങ്ങ് പ്രജ്ഞയാറ്റിപ്പോയി. മുഖമെല്ലാം അങ്ങോട്ട് കരിഞ്ഞ് മുഖവും മീശയും മുടി എല്ലാം കരിഞ്ഞു പോകുന്ന എനിക്ക് കൃത്യം അറിയാൻ സാധിച്ചു. എൻ്റെ ഈ കയ്യിലൊന്നും രോമമില്ലായിരുന്നു. മീശ കരിഞ്ഞു പോയി, മുടി കരിഞ്ഞു പോയി, കാലിലെ രോമം കരിഞ്ഞു പോയി, മുമ്പൊക്കെ മടുപ്പിച്ച് കുറ്റി അടങ്ങി നിന്നത്. അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലേ, അവിടെയെല്ലാം കരിഞ്ഞു ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്നങ്ങ് വീഴ്ച പോയി. പിന്നെ നേരത്തെ ഒച്ച കേട്ടുന്ന മോന് വീട്ടിനകത്ത് നിന്ന് ഓടി ഇറങ്ങി വന്നു. വന്നു കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് വീഴാൻ പോയ പോലെ നിൽക്കുകയായിരുന്നു ബോധാവസ്ഥയിൽ. പെട്ടെന്ന് തന്നെ വീട്ടിൽ വിളിച്ച് കയറ്റി മോൻ ഇച്ചിരി വഴക്കൊക്കെ പറഞ്ഞ് ഞങ്ങൾ കത്തിക്കരുത്. അപ്പോൾ എൻ്റെ നല്ല സമയം കാരണവന്മാരുടെ പ്രാർത്ഥനയൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും പൊട്ടിത്തെറിച്ച് തീ കത്തി അങ്ങ് നിന്ന് എൻ്റെ ചുറ്റും നിന്ന മരമോ അവിടെ ഒരു കരിയാപ്പ് വെക്കണ്ടായിരുന്നു. ആ കരിയാപ്പെല്ലാം ഒരു ഭാഗമെല്ലാം കരിഞ്ഞു പോയി. ഭിത്തിയിലേക്കെല്ലാം കരിയെല്ലാം വാരി തെറിച്ച പോലെയായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാന്നല്ല നിന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ വൈഫിനെ ഫോൺ വിളിച്ച് പറഞ്ഞത് ഇതുപോലൊരു സംഭവം ഉണ്ടായി. പിന്നെ അടുത്തൊന്നും വീടുകളിലായിരുന്നതുകൊണ്ട് അവരാരും ഒച്ചയൊന്നും കേട്ടില്ല. ഞാനങ്ങ് പേടിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള വീഡിയോയ്ക്കകത്ത് ഞാൻ എൻ്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഓറഞ്ചാണ് കൂട്ടുകാരെ. ഓറഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പം ഒക്കെ പോകാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഞാൻ അന്ന് തൊട്ട് കന്നല്ലേ കഴിഞ്ഞ 1 മാസം കൊണ്ട് ഞാൻ ഇതിങ്ങനെ ഉണങ്ങി വെക്കുന്നതാണ്. ഇത് നമ്മളിങ്ങനെ ഉണങ്ങിയെടുത്ത ഈ ഓറഞ്ച് തൊലി
നന്നായിട്ട് മിക്സിയിലൊക്കെ ഇട്ട് പൊടിച്ച് ഒരല്പം തേനും ഒലിവ് ഓയിലോ എന്തെങ്കിലും ചേർത്ത് ചെറിയ കുഴമ്പ് പരുവത്തിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെയോ നമ്മുടെ മുഖത്ത് പുരട്ടി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നേരം വെച്ചതിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ ഇത്തരം ബ്ലാക്ക് മാർക്കുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഈ കരിമങ്കല്ലിയൊക്കെ മങ്ങിപ്പോകും. മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ എൻ്റെ മുഖം സ്വാഭാവികമായിട്ടും നല്ല ഗ്ലോ